സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും സർക്കാരിന്റെ ധൂർത്ത്. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കായി ഖജനാവിൽ നിന്ന് വകമാറ്റുന്നത് ലക്ഷങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന മുഖാമുഖ പരിപാടിയുടെ ക്രമീകരണത്തിന് മാത്രം ചെലവിടുന്നത് 18 ലക്ഷത്തിലധികം രൂപ. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകാൻ പണം ഇല്ലെന്നിരിക്കെയാണ് സർക്കാരിന്റെ ധൂർത്ത്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, എങ്ങനെ നോക്കിക്കാണാം? സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്കറിയാം. അതിനിടയിലാണ് സർക്കാർ ഈ ധൂർത്ത് തുടരുന്നത്. നവകേരള സദസ് ഉൾപ്പെടെ സംഘടിപ്പിച്ച് കോടിക്കണക്കിന് രൂപ സർക്കാർ ധൂർത്തഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു പരിപാടിയുമായി രംഗത്തെത്തുന്നത്. മുഖാമുഖം പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 18-നാണ് പരിപാടി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. 18 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. അലങ്കാരത്തിന് മാത്രം ചെലവഴിക്കുന്നത് ഏതാണ്ട് 17 ലക്ഷത്തോളം രൂപയാണ്. ഇത്രയും വലിയൊരു തുകയാണ് ഈ പരിപാടിക്ക് വേണ്ടി മാത്രം സർക്കാർ ചിലവഴിക്കുന്നത്. ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഈ ഒരു സംവാദ പരിപാടി വലിയ നേട്ടമാകുമെന്നുള്ളതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പക്ഷേ സംസ്ഥാനത്തെ നിലവിലെ ഒരു സാഹചര്യം വളരെ മോശമാണ്. ക്ഷേമ പെൻഷൻ പോലും നൽകിയിട്ട് 6 മാസമാകുന്നു. പ്രതിമാസം 1600 രൂപയാണ് വയോജനങ്ങൾക്ക് നൽകുന്നത്. അതുപോലും നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല. മാത്രമല്ല, ഓരോ വകുപ്പുകളും അവരുടെ പദ്ധതികൾ ഓരോ വകുപ്പിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായിട്ടുള്ള പ്ലാൻ ഫണ്ടുകൾ പോലും ലഭിക്കാത്തൊരു സാഹചര്യം. KSRTC ആണെങ്കിലും ക്ഷേമ പെൻഷൻ ആണെങ്കിലും ഇതൊന്നും കൊടുക്കുന്നില്ല. കർഷകർക്ക് ഈ ഒരു നെല്ലുൾപ്പെടെ സംഭരിച്ചതിന് ശേഷം തുക നൽകാനില്ല. സപ്ലൈകോ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇത്തരത്തിലൊക്കെ തന്നെ സാധാരണക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് 18 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചുകൊണ്ട് സർക്കാർ ഈ ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏതായാലും വ്യാപകമായിട്ടുള്ള വിമർശനം പലതലങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. നിലവിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അതും പലവട്ടം കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരുകയാണ് സംസ്ഥാനം ചെയ്യുന്നത്. കാരണം കേന്ദ്രം പണം അനുവദിക്കാത്തത് കൊണ്ടാണ് ഇത്രത്തോളം സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് സംസ്ഥാനത്തിന് നീങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ് എപ്പോഴും സംസ്ഥാന സർക്കാർ പറയുന്നൊരു കാര്യം. പക്ഷേ ഈ സാമ്പത്തിക മിസ്മാനേജ്മെന്റും ധൂർത്തും തന്നെയാണ് കേരളത്തിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഒരു കടമെടുപ്പ് പരിധി ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യമൊക്കെ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചപ്പോഴും കേന്ദ്രം മറുപടിയായി പറഞ്ഞത് ഈ ധന മാനേജ്മെന്റ്, സാമ്പത്തിക മിസ്മാനേജ്മെന്റ് തന്നെയാണ് ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ് കേന്ദ്രം പോലും ചൂണ്ടിക്കാണിച്ചത്. അതേ രീതിയിൽ തന്നെ ഇത് പല തലങ്ങളിൽ നിന്നും ഇതാണ് പ്രശ്നം എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ആ ധൂർത്തിന് ഒരു കുറവും ഇല്ലാതെ വീണ്ടും അതേപോലെ തന്നെ ധൂർത്ത് തുടരുകയാണ്. കേരളീയം പരിപാടി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം നവകേരള സദസ് സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ മുഖാമുഖം പരിപാടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാർ. വിഷ്ണു, വ്യക്തമാണ്. രശ്മിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.